കായലോട്ട് റസീനയുടെ മരണത്തിൽ പ്രതികരണവുമായി CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പറമ്പായിലേത് സദാചാര ഗുണ്ടായിസമാണ്, SDPIയുടെ വികൃത മുഖമാണ് ഇതിലൂടെ വ്യക്തമായതെന്നും രാഗേഷ് പറഞ്ഞു. ആൺ സുഹൃത്ത് CPIM-കാരനാണെന്ന പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട്. പാർട്ടിക്കെതിരായ തെറ്റായ പ്രചരണങ്ങളാണ് SDPI നടത്തുന്നത്. റയീസ് CPIM-കാരനല്ല, കോൺഗ്രസ് കുടുംബമാണെന്നും രാഗേഷ് പറഞ്ഞു. താലിബാന്റെ മതരാഷ്ട്രീയവാദികളുടെ അതേ പതിപ്പാണ് പറമ്പായിൽ കണ്ടത്. കോൺഗ്രസ് വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമാണ് ആത്മഹത്യയെന്നും രാഗേഷ് കൂട്ടിച്ചേർത്തു. ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസിയൻ തന്ത്രം ഈ മതരാഷ്ട്രവാദികൾ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ആ ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാനിവിടെ ഈ സംഭവത്തിന് ഈ സ്ത്രീയുടെ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയം നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത്. അത് പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ആ സംഭവമാണ് പ്രധാനപ്പെട്ടത്. രാഷ്ട്രീയം ഏതാണ് എന്നത് പ്രസക്തമല്ല. പക്ഷേ രാഷ്ട്രീയം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അത് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതുകൊണ്ടല്ല ഞാനത് പറയുന്നു. ഒന്ന് ഞാൻ പറയാം, ഇദ്ദേഹം CPIM-ഉമായിട്ട് ബന്ധമുള്ള ആളല്ല. അയാൾ കോൺഗ്രസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഈ സദാചാര ഗുണ്ടാപ്പണി SDPIക്ക് മാത്രമല്ല, RSSനും ഉണ്ട്. SDPIയും RSSും ഇക്കാര്യത്തിൽ പല കാര്യത്തിലും എന്നതുപോലെ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. എന്താ SDPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താ? SDPIയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒറ്റ ഒരാളാണ്. ഈ രണ്ട് പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അവരുടെ ലക്ഷ്യമായി പറഞ്ഞത് 2047 ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. അപ്പോൾ താലിബാൻ്റെ മതരാഷ്ട്രവാദികളുടെ അതേ പതിപ്പാണ് ഇവിടെ SDPI നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രമല്ല. പോപ്പുലർ ഫ്രണ്ടും SDPIയും കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് മുതൽ സ്ത്രീകൾക്ക് നേരെ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കൂട്ട ആക്രമണങ്ങളുടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടിയെ പുരുഷ സുഹൃത്തിനോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നടത്തി, ബന്ധുക്കളെ വിളിച്ചു വരുത്തി, അപമാനിച്ച് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തി ആ കുട്ടിയെയും കുടുംബത്തെയും അപമാനിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്.